ഹലോ എവരി വൺ, വെൽക്കം ടു FSR ലൈവ്. ഫൈനലി റോഡ്രി ബാസയിലോട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് കൂടുന്നുണ്ട്. മൊത്തത്തിൽ ഭയങ്കര ക്രൗഡുള്ള ഒരു സമയത്ത് റോഡ്രിനോട് പല ചോദ്യങ്ങൾ മീഡിയാസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ റോഡ്രി പറയുന്നത് എല്ലാം നേടാനാണ് റോഡ്രി ഇവിടെ വന്നത്. ചാമ്പ്യൻസ് ലീഗ് 10-12 കൊല്ലമായി ബാസ നേടിയിട്ട്. അപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗും കോപ്പ ഡെൽ റേയും ലാ ലീഗും എല്ലാം കൂടി ബാസ അങ്ങോട്ട് നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. റോഡ്രിൻ്റെ ഡ്രീമാണെന്നൊക്കെയാണ് പറയുന്നത്. ബാസയിൽ വന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഈ ടീമിൻ്റെ ഭാഗമാവുന്നതൊക്കെ റോഡ്രിയുടെ ഡ്രീമാണ്. അങ്ങനെയൊക്കെയാണ് റോഡ്രി സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബാസയുടെ മറ്റു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാസയ്ക്ക് ഇപ്പോൾ ഒരു കുറവ്, ഒരു നമ്പർ 9 പൊസിഷനിൽ ഒരാളില്ല. അതാണ് ബാസയുടെ നിലവിലുള്ള ഒരു കുറവായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ ബാക്കിൽ ഒരു CB കൂടി ആവശ്യമുണ്ട് ബാസയ്ക്ക്. എന്തായാലും അൽവാരസിൻ്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡീലായിട്ടില്ലെങ്കിൽ ഈ വീക്കോട് കൂടി അൽവാരസ് ടു ബാഴ്സലോണ എന്നുള്ള കാര്യത്തിൽ വേറെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഡ്രീം അങ്ങ് ബാസ സ്റ്റോപ്പ് ചെയ്യും. മറ്റ് താരങ്ങളെ പരിഗണിക്കുന്നൊക്കെയാണ് അറിയുന്നത്. ഒയർസബാൽ ഉണ്ട്, കുറച്ച് താരങ്ങളുടെ ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിൽ ഒയർസബാൽ വരുന്നുണ്ട്, പിന്നെ നമ്മളെ ലൂയിസ് സുവാരസ് വരുന്നുണ്ട്, സ്പോർട്ടിംഗ് CPയിലുള്ള ലൂയിസ് സുവാരസ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് താരങ്ങളെ ബാഴ്സലോണ പരിഗണിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം എന്തായാലും നമ്പർ 9 പൊസിഷൻ ബാസക്ക് അത്യാവശ്യമാണ്. നമ്മൾ ആന്റണി ഗോർഡനൊക്കെയാണ് മുന്നിൽ വെച്ച് കളിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത്രത്തോളം പോസിബിൾ ആണ് എന്ന് തോന്നുന്നില്ല. ഹാൻസി ഫ്ലിക്കിനും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ആ കാര്യത്തിൽ നമുക്ക് തോന്നി തന്നെ ആയിരിക്കും ഹാൻസി ഫ്ലിക്കിനും തോന്നിയത്. എന്തായാലും ഒന്നെങ്കിൽ അൽവാരസ് അല്ലെങ്കിൽ മറ്റ് താരങ്ങളെ പരിഗണിക്കുക എന്നുള്ള കാര്യം ബാഴ്സലോണ എന്തായാലും ഈ ഒരു വീക്കിൻ്റെ ഉള്ളിൽ, ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ആവുന്നതിനുള്ളിൽ ബാസ എന്തായാലും തീരുമാനം ഉറപ്പിക്കുകയാണ്. കാരണം അൽവാരസ് ടു ബാഴ്സലോണ എന്നുള്ള കാര്യത്തിൽ നമുക്ക് മാത്രമേ താല്പര്യമുള്ളൂ. ഓൾറെഡി ബാഴ്സലോണ ഒരു 100 മില്യൻ്റെ ബിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിന് കൊടുത്തതാണ്. അത് സ്പോട്ടിൽ റിജക്ട് ചെയ്താണ് അത്ലറ്റിക്കോ മാഡ്രിഡിന് യാതൊരു താല്പര്യമില്ല. അത്ലറ്റിക്കോ മാഡ്രിഡ് CEOക്ക് ബാഴ്സലോണയായിട്ട് ഒട്ടും ചേർന്ന് പോകാൻ, ഒരു ഡീല് സംസാരിക്കാനൊന്നും താല്പര്യമില്ല. പിന്നെ സിമിയോണി ആയിട്ടൊക്കെയാണ് നമ്മളെ അൽവാരസ് സംസാരിച്ചത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമിയോണിക്ക് ഗെയിമിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ സംസാരിക്കാം. ഈ കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട എന്നുള്ള ലെവലിലാണ് സിമിയോണി സംസാരിച്ചത്. സിമിയോണി പറഞ്ഞത് ഡയറക്റ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ് CEO ആയിട്ട് അൽവാരസ് സംസാരിക്കുക, എനിക്ക് ഈ കാര്യത്തിൽ ഇടപെടാൻ വലിയൊരു താല്പര്യമില്ല എന്നൊക്കെയാണല്ലോ സിമിയോണി അവിടെ ഉദ്ദേശിച്ചത്. ഇനി എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അത് അൽവാരസ് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ ഉള്ളൂ. ബാഴ്സലോണ അതിന് വേണ്ടിയിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാന്നുള്ള കാര്യം ബാഴ്സലോണ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഡെക്കോ നിരന്തരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഡെക്കോയുടെ നിരന്തരമായിട്ടുള്ള ശ്രമങ്ങൾക്കൊടുവിലാണ് നമ്മൾ റോഡ്രി ഇവിടെ ബാസയിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അൽവാരസിന്റെ കാര്യത്തിൽ കുറച്ച് സാധ്യത കുറവുണ്ട്. പിന്നെ ലൗറ്റാറോ മാർട്ടിനസിനെ പരിഗണിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ചില റൂമേഴ്സ് ഒക്കെ വരുന്നത്. പക്ഷെ അത് എത്രത്തോളം നമ്മളെ സ്ക്വാഡിൽ ഫിറ്റ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ സാധിക്കുന്നില്ല. എസ്പെഷ്യലി പറയാന്നുണ്ടെങ്കിൽ ബാഴ്സലോണയ്ക്ക് ഈ സീസൺ ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. ആ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ മധ്യനിര നോക്കിക്കഴിഞ്ഞാൽ റോഡ്രി, പെഡ്രി, ഡാനി ഓൾമോ, ആ ഒരു ശബ്ദങ്ങളായിരിക്കും നമ്മളിനി കേൾക്കാൻ പോകുന്നത്. പിന്നെ മുന്നിൽ യമാലി, സ്പെയിന് വേണ്ടി കളിച്ച എല്ലാവരും, ആ ഒരു മധ്യനിര നോക്കിക്കഴിഞ്ഞാൽ സ്പെയിന് വേണ്ടി കളിച്ച എല്ലാവരും ഒരുമിച്ച് കളിക്കുകയാണ്. ഒരു വേൾഡ് കപ്പ് അടിച്ചതാണ്. സോ ഗംഭീര പെർഫോമൻസ് ഈ വട്ടം ബാസയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. 12 വർഷമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ചാമ്പ്യൻസ് ലീഗ്. അത് ഈ തവണ നമ്മൾ നേടും എന്നുള്ള ചില പ്രതീക്ഷകളുണ്ട്. ഇപ്പോൾ അഥവാ നേടിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ സെമിയിലോ അല്ലെങ്കിൽ ഫൈനലിലോ എത്തിയാൽ പോലും അതൊരു ഗുഡ് റിസൾട്ടാണ്. കാരണം നമ്മൾ ഒരുപാട് കാലമായി ആ ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ട്. സോ ബാർസയെ സംബന്ധിച്ച് നല്ലൊരു റിസൾട്ട് കൊടുക്കാൻ സാധിക്കും. എന്തായാലും ലാ ലീഗ, കോപ്പ ഡെൽ റേ കിട്ടും എന്നുള്ള പ്രതീക്ഷ ഭയങ്കര ഹൈ ആണ്. അത് ആ കാര്യത്തിൽ നമുക്ക് വലിയ തർക്കമൊന്നുമില്ല. പക്ഷേ ചാമ്പ്യൻസ് ലീഗും കൂടി കിട്ടണം, എന്നാൽ മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ആകും. അങ്ങനെ 3 കൂടി ബാസക്ക് അടിക്കാനുള്ള ഒരു വളരെ സാധ്യത നമ്മൾ ഈ സീസണിൽ കാണുന്നുണ്ട്. നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഒരു CBയും വേണം, പിന്നെ നമ്പർ 9 പൊസിഷനും വേണം. ഇവിടെ കൂടി ബാസക്ക് സെറ്റ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാസിനെ പിടിച്ചാൽ കിട്ടൂല. എന്തായാലും നമുക്ക് നോക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ അപ്ഡേറ്റുകൾ വരും. സോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.